1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാസം തോറും 5,000 രൂപ വീതം തിരിച്ചു കിട്ടും. കൊള്ളാമല്ലോ പദ്ധതി എന്നും പറഞ്ഞ് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാൻ വരട്ടെ. ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് നല്ലതുപോലെ അന്വേഷിച്ചറിയണം. അത് എങ്ങനെ അറിയാം? അതിന് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്നും അവ ഓരോന്നിൻ്റെയും പ്രസക്തി എന്താണെന്നും അറിഞ്ഞാൽ മതി. ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്നത് സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമാനുസൃത ഉടമ്പടിയാണ്. രണ്ടോ അതിലധികമോ പേർ തമ്മിലുള്ള ഇത്തരം ഉടമ്പടി പ്രകാരം ഇതിൽ പങ്കുചേരുന്നവർക്ക് ധനമോ ആസ്തികളോ ഉടമസ്ഥാവകാശമോ നൽകാനുള്ള ബാധ്യതകളും അധികാരങ്ങളും അവകാശങ്ങളും അതിനനുസരിച്ച് പരസ്പരം പാലിക്കപ്പെടേണ്ട ഉറപ്പുകളുമെല്ലാം വിശദമാക്കി ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ ഒരു കരാർ നിലവിലുള്ള പദ്ധതികളാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബാധ്യതകളും ഉറപ്പുകളും എന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. അപ്പോൾ ഞാനൊരു ഇൻഷുറൻസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ മാസം തോറും അല്ലെങ്കിൽ വർഷം തോറും എത്ര കാലത്തേക്ക് എന്നൊക്കെ എങ്ങനെയാണോ ഒരു ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ഒരു നിശ്ചിത തുക പ്രീമിയമായി അടയ്ക്കാമെന്നും അതിനനുസരിച്ച് മുൻധാരണ പ്രകാരം വലിയൊരു തുക എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന പക്ഷം എൻ്റെ അഭാവത്തിൽ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ആശ്രിതർക്ക് നൽകാം എന്ന ഒരു ഉറപ്പ് ഇൻഷുറൻസ് കമ്പനി നൽകുകയും ചെയ്യുന്നു. ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് രണ്ടു പേരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഇതിന് പ്രകാരം എൻ്റെ ബാധ്യത എന്നത് പ്രീമിയം തുകയും ഞാൻ നൽകുന്ന ഉറപ്പ് അത് പൂർണ്ണമായും മുടക്കം കൂടാതെ കൃത്യമായി അടച്ചുകൊള്ളാം എന്നതുമാണ്. പകരം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന പക്ഷം മുൻധാരണ പ്രകാരമുള്ള തുക അത്രയും തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യതയും അത് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ആശ്രിതർക്ക് പൂർണ്ണമായും നൽകിക്കൊള്ളാം എന്ന ഉറപ്പ് ഇൻഷുറൻസ് കമ്പനിയിലും നിക്ഷിപ്തമാണ്. ഞാൻ ഈ കരാർ പാലിക്കുന്നിടത്തോളം കാലം എൻ്റെ അഭാവം ഉണ്ടാകുന്ന പക്ഷം ഈ തുക ലഭിക്കുവാൻ എൻ്റെ ആശ്രിതർക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. നൽകിയില്ലെങ്കിൽ അത് നേടിത്തരാനുള്ള അധികാരം കോടതിക്കുണ്ട്. കാരണം ഇതൊക്കെ പരസ്പരം പാലിക്കപ്പെടേണ്ട നിയമാനുസൃത കരാറുകളാണ്. ഇങ്ങനെയുള്ള കരാറുകൾക്ക് നിയമത്തിൻ്റെ പിൻബലമുണ്ടായിരിക്കും. ഇതുപോലുള്ള പല നിയമാനുസൃതമായ പദ്ധതികളും നിലവിലുണ്ട്. ഈ പറയുന്ന പദ്ധതികളൊക്കെ എന്താണെന്നും ഏതാണെന്നും അവ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതെന്നും ഇനി വരുന്ന വീഡിയോയിൽ വിശദമായി പറഞ്ഞുതരാം. ഓക്കെ.